नमस्ते, सबको स्वागत। पिछली कक्षा में तो मेरे कौन खो नामक गीत शुरू हुई थी, लेकिन पूरा नहीं हुआ था। इसका बाकी भाग हमें पढ़ेंगे। लेकिन जब तुम्ही ने बंधु तेज से प्रदीप्त होकर इंद्र को ललकारा है, काली की गोद में विशेली यमुना को मद डाला है, तो मुझे अकस्मात लगा है कि मेरे अंग अंग से ज्योति फूटी पड़ रही है। तुम्हारी शक्ति तो मैं ही हूँ, तुम्हारा संबल, तुम्हारी योगमाया इस निखिल पारावार में ही पर्याप्त हूँ। विराट, सीमाहीन, अदम्य, दुर्दांत। यहाँ राधा कृष्ण की प्रेमिका है, इसलिए सखियों की दृष्टि में उसका वात्सल्य भाव ये सखियों को झूठा लगता है। അതുകൊണ്ടാണ് ये സഖിയാ ഉസേ ഹസി ഉടാത്തി ഹെ. അപ്പോൾ അവളുടെ അടുത്ത് അവളെ കളിയാക്കിച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത് അവർക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ രാധാകൃഷ്ണൻ്റെ പ്രണയിനിയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കാണാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് അവരവിടെ ചിരിക്കുന്നത്. ഹസി ഉടാത്തി ഹെ. लेकिन जब तुम्ही ने बंधु तेज से प्रदीप्त होकर इंद्र को ललकारा है. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യം, യഹാ कनु ने कई बार कनु का दिव्य रूप यहाँ प्रकट होता है. दोनों का संबंध में, राधा और कृष्ण के संबंध में एक दिव्य अर्थ है. രണ്ടുപേരും നമ്മളെ ബന്ധത്തിന് അവിടെ ഒരു ദൈവികമായിട്ടുള്ളൊരു ദിവ്യമായിട്ടുള്ള അർത്ഥമുണ്ടെന്ന് പറയുന്നത്. യഹാ കനുനെ കൈ ബാർ ഉസ്കാ ദിവ്യ और अलौकिक रूप का परिचय दिया है. ഇവിടെ കണ്ണൻ്റെ ദിവ്യമായിട്ടുള്ള അലൗകികമായിട്ടുള്ള രൂപത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം പറയുന്നത് തേജ് സേ പ്രദീപ്ത് ഹോക്കർ. തേജ് എന്ന് പറഞ്ഞാൽ തേജസ്, പ്രദീപ്ത് ഹോന എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക. इंद्र को ललकारा है. इंद्रനെ വെല്ലുവിളിക്കുക. ലൽക്കാര എന്ന് പറഞ്ഞാൽ ചുനൗത്തി ദേന. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് ഗോകുലവാസികൾ ഇന്ദ്രനെയാണ് പൂജിച്ചിരുന്നത്. അങ്ങനെ കൃഷ്ണൻ ഗോകുലത്തേക്ക് വരുന്ന സമയത്ത് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഗോകുലവാസികൾ ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇന്ദ്രന് ദേഷ്യം തോന്നി അവിടെ ചെയ്യുന്നൊരു കാര്യമാണ്, നിരന്തരമായിട്ട് ശക്തമായ മഴ പെയ്യിച്ചുകൊണ്ട് അവിടെ പ്രളയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഗോകുലത്തിൽ പ്രളയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൃഷ്ണൻ ഇന്ദ്രനെ വെല്ലുവിളിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ കൃഷ്ണൻ്റെ ആ വിരാട രൂപ് അല്ലെങ്കിൽ ആ ദിവ്യരൂപം അവിടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കൃഷ്ണൻ ചെയ്യുന്ന കാര്യം ഇതാണ്, ഗോവർദ്ധന പർവ്വതത്തെ സ്വന്തം വിരലുകളിൽ ഉയർത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു കുട പോലെ, ഒരു കുട നിവർത്തി പിടിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെ സ്വന്തം വിരലുകളിൽ സഹായത്താൽ ഈ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കി പിടിച്ചു നിന്ന് ആ മഴയെ തടഞ്ഞ് പ്രളയത്തിൽ നിന്ന് ഈ ഗോകുലവാസികളെ അല്ലെങ്കിൽ ഗോകുലത്തെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ശരിക്ക് കൃഷ്ണൻ്റെ ആ തേജസ് കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവ്യമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ അലൗകിക രൂപമാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അടുത്തത് കാളിക്ക് ഗോജ്മേ വിശേലി യമുനാക്കോ മദ് ഡാലാഹെ. ഇവിടെ കാളിയൻ എന്ന് പറയുന്ന സർപ്പമുണ്ട്, സർപ്പരാജാവായിട്ട് കാളിയൻ. അപ്പോൾ ഇവിടെ കാളിയൻ യമുനാ നദിയിലേക്ക് എത്താനുള്ളൊരു കാരണം പറയുന്നുണ്ട്. യഹാ കാളിയെ സർപ്പരാജ കാളിയ और ഗരുഡ് ആജന്മശത്രു ഹെ. ആജന്മശത്രുക്കളാണ് ഗരുഡനും കാളിയനും. അങ്ങനെ गरुड़ काली सर्प को पराजित करता है. वह भागकर यमुना नदी में अपने परिवार के साथ सपरिवार वहाँ रहती है. അങ്ങനെ യമുനാ നദിയിൽ പോയിട്ട് താമസിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഗോപാലകർ പശുവിനെ മേയ്ക്കാനായിട്ട് വരുമ്പോൾ യമുനാ നദിയുടെ തീരത്ത് പശുവിനെ മേയ്ക്കുന്ന സമയത്ത് അതിലെ വെള്ളം കുടിച്ച് ആ മൃഗങ്ങളും എല്ലാവരും ചത്തുപോവുകയാണ്.
അതിൽ വിഷമം തോന്നി, അല്ലെങ്കിൽ അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കാളിയൻ്റെ അടുത്ത് വന്ന് അവിടെ ചെയ്യുന്ന യമുനാ നദിയെ അവിടെ കടയാണ് ചെയ്യുന്നത്. കളിയൻ അന്വേഷിച്ചുകൊണ്ട് വിശേലി യമുനാക്കോ, ആ വിഷം നിറഞ്ഞു കിടക്കുന്ന യമുനാ നദിയെ മത്ത് ഡാലാഹി, കടയാണ് ചെയ്യുന്നത്. അവസാനം കൃഷ്ണൻ ആ കാളിയൻ്റെ മുകളിൽ കയറി ഒരുപാട് തലകളുള്ളൊരു സർപ്പമാണ്. ആ കാളിയൻ്റെ തലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട്, പണത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നുണ്ട്. കാളിയ ദമൻ നൃത്ത് എന്ന് പറയും. അപ്പോൾ കാളിയൻ്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്നു. അവിടുന്ന് കാളിയനെ അവിടുന്ന് വേറൊരു ദ്വീപിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. കാളിക്ക് ഗോജ്മേ വിശേലി യമുനാക്കോ മത് ഡാലാഹേ. അപ്പോൾ കാളിയൻ എന്ന് പറയാൻ സർപ്പത്തെ അന്വേഷിച്ചുകൊണ്ട് വിഷം നിറഞ്ഞു കിടക്കുന്ന യമുനാ നദിയെ അവിടെ കടയുന്നുണ്ട്. തോ മുझे അകസ്മാത് ലഗാ ഹേ कि मेरे अंग अंग से ज्योति फूटी पड़ रही है. അവിടെ പറയണേ, ആ സമയത്ത് അകസ്മാത്, അചാനക്, അവിചാരിതമായിട്ട് മുझे അനുഭവ ഹുവ, എനിക്ക് തോന്നാണ്. എന്താണ് തോന്നിയത്? മേരെ അങ്ക് അങ്ക് സേ, മേരെ ശരീരക്കെ അങ്ക് അങ്ക് സേ, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ നിന്ന് ജ്യോതി ഫൂട്ട് പഡ് രഹി ഹേ, ജ്യോതി തേജസ്, ജ്യോതി ഫൂട്ടി പഡ് രഹി ഹേ, ജ്യോതി നികൽത്തി രഹി ഹേ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ശക്തി, ഒരു ജ്യോതി, ഒരു തേജസ് പുറത്തേക്ക് വരുന്നതായിട്ട് രാധയ്ക്ക് തോന്നാണ്. तुम्हारी शक्ति तो मैं ही हूँ, तुम्हारी शक्ति मैं ही हूँ. यहाँ कृष्ण की शक्ति राधा है, यहाँ प्रकृति है राधा. तुम വിരാട് പുരുഷ് ഹോ, ഇവിടെ വിരാട് പുരുഷനായിട്ട്, ദൈവിക പുരുഷനായിട്ടാണ് കൃഷ്ണൻ. അതിൻ്റെ ഒപ്പം തന്നെ തുമാരി ശക്തി കെ രൂപമേ മേ ഹി ഹൂ, നിൻ്റെ ശക്തിയായിട്ട് ഞാൻ തന്നെയാണ്. തുമാര സമ്പൽ, സമ്പൽ എന്ന് പറഞ്ഞാൽ ആശ്രയം, തുമാര സഹാര, തുമാരി യോഗമായ. ഇസ് നിഖിൽ പാരാവാർ മേ പര്യാപ്ത ഹൂം. നിഖിൽ പാരാവാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, സാരേ പ്രപഞ്ചം മുഴുവൻ വ്യാപ്ത ഹൂം, നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പറയണേ ഇവിടെ ദിവ്യ തേജ് പ്രകാശിത് ഹോക്കർ വിരാട് പുരുഷ का रूप दिखाकर इंद्र को चुनौती देती है, काली को दमन करते हैं. उस समय में राधा को अनुभव करता है, अनुभव करने लगा मैं तुम्हारी शक्ति हूँ, ഞാൻ നിൻ്റെ ശക്തിയാണ്. तुम्हारे सहारा है, तुम्हारी योगमाया है. इस सारे प्रपंच में मैं व्याप्त हूँ. രാധ തിരിച്ചറിയുന്നൊരു കാര്യമാണ്. അതായത് കൃഷ്ണൻ്റെ ഒപ്പം തന്നെ, അതായത് എല്ലാ കാര്യങ്ങളിലും, അതായത് അനാദികാലം മുതൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒപ്പം, ഇതെല്ലാം യോഗമായാലും ശക്തിയായാലും വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന് പറയുന്നത്. വിരാട് സീമാഹീൻ അദമ്യ ദുർദാന്ത്. വിരാട് വളരെ വിശാലമായ രൂപം, വിരാട് രൂപ്. സീമാഹീൻ അസീമ ശക്തി, അതായത് പരിധികളില്ലാത്തത്ര ശക്തി. അതുപോലെ അദമ്യ, ജിസെ കോയി ദബാ നഹി സക്ത, ആർക്കും എന്താ പറയുക, ഇല്ലാതാക്കാൻ പറ്റാത്തത്ര. ദുർദാന്ത്, പരാജയപ്പെടുത്താൻ പറ്റാത്തത്ര ശക്തി ഉണ്ട് എന്നുള്ളത് രാധ അവിടെ തിരിച്ചറിയണം. യഹാ സൃഷ്ടി സങ്കല്പക്ക് ഓർ ഇഷാര കർത്തേ ഹേ. ഇവിടെ സൃഷ്ടി സങ്കല്പം, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നുള്ളതിലെ സൃഷ്ടിയുടെ ആ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് അവിടെ സൂചന തരുന്നത്. और पुरुष और प्रकृति का संबंध सृष्टि लीला का आधार है. पुरुषन विराट पुरुष कृष्णन और प्रकृति राधा, इसका संबंध സൃഷ്ടി ലീല കാ ആധാർ ഹേ. സൃഷ്ടി എന്ന് പറയുന്ന ആ പ്രക്രിയയിലെ അടിസ്ഥാനമായിട്ടുള്ളത് പുരുഷനും പ്രകൃതി, അതായത് രാധയും കണ്ണനുമാണ്. किंतु दूसरे ही क्षण जब तुमने वेदसलता कुंज में गहराती हुई गोधूली वेला में आम के एक बौर को चूर चूर कर धीमे से अपनी चुटके में भरकर मेरे सीमंद पर बिखेर दिया. ഇവിടെ यहाँ कृष्ण का दिव्य रूप और राधा का दिव्य रूप यहाँ प्रकट किया. जिस क्षण में अपने दिव्य भाव का अनुभव हुआ, उसे दूसरे ही क्षण में यह नष्ट हो गया. ഇപ്പോൾ കൃഷ്ണൻ്റെ ഒപ്പം തന്നെ രാധയ്ക്കും ആ ഒരു ദിവ്യ അനുഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ അടുത്ത നിമിഷത്തിൽ
ये सब नष्ट हो गया, അതെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ജബ് തുമ്നെ വെത്സൽത്ത കുഞ്ചുമേ, വെത്സൽത്ത മുൻപ് പഠിച്ചിട്ടുണ്ട്, മുള എന്നുള്ള അർത്ഥം, ബാമ്പു, ബേന്ത് എന്ന് പറയും, മുളങ്കൂട്ടം, കുഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടം. കുഞ്ചുമേ ഗഹ്റാത്തി ഹുയി ഗോധൂളി വേളാമേ, ഗോധൂളി വേള എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ്, അസ്തമയ സമയം. ചുട്ക്കി മേ ബർബർക്കർ, ചുട്ക്കി എന്ന് പറഞ്ഞാൽ നുള്ള, നമ്മൾ പറയും നമ്മൾ തള്ളവരിലും ചുണ്ടുവരിലും നുള്ളി എടുക്കില്ലേ, നുള്ള. സീമന്ത് പറഞ്ഞ പറഞ്ഞാൽ സീമന്തരേഖ, സിന്ദൂർ രേഖ എന്നുള്ള അർത്ഥം. ഇവിടെ പറയണേ, അപ്പോൾ ജിസ് ക്ഷण में अपना दिव्य भाव का अनुभव हुआ उसी क्षण में भी, दूसरे ही क्षण में भी ये नष्ट हो गया. जब तुमने बेंद की कुंज में ബെത്സൽത്ത കെ കുഞ്ച് മേ ബുലായാത്ത, ആ മുളങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? സന്ധ്യാസമയ, ഗഹരാത്തി ഹുയി സന്ധ്യാസമയമേ മുജെ ബുലായാത്ത, ആ സന്ധ്യാസമയത്ത് മുളങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. आम के एक बोर को चूर चूर कर धीमे से अपनी चुटकी में भर कर मेरे सीमंद पर बिखेर दिया. എന്ത് ചെയ്തെന്ന് പറയുന്നത്? ആം കേക്ക് ബോർക്കോ, മാമ്പൂവ്, ചൂർ ചൂർക്കർ, അതിനെ പൊട്ടിച്ചെടുത്ത്, അതിനെ പൊടിച്ചെടുത്തിട്ട്, ധീമേസേ അപ്നി ചുട്കിമേ ബർക്കർ, ചുട്ക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ നുള്ളിയിട്ട് എന്ത് ചെയ്തെന്ന് പറയുന്നത്? മേരി പവിത്ര മാഗ് പർ ബിഖർദിയ, ആ നുള്ളിയെടുത്ത് എൻ്റെ സിന്ദൂരേഖയിൽ നീ അത് ഇട്ടു എന്ന് പറയുന്നത്, ബിഖർദിയ. സച്ച് മുझे ലഖാ കി മേ തുമാരി പത്നി ഹും, ആ സിന്ദൂർ രേഖയിൽ സിന്ദൂരമിടുന്നത് പോലെ ആ മാമ്പൂ പൊടിച്ച് സിന്ദൂർ രേഖയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്താണ്? മേ തുമാരി പത്നി ഹും, ഞാൻ നിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഉസ് സമയ മേ ഹതപ്രഭു ഹോ ഗയി, മേ ചകിത് ഹോ ഗയി, മേ ശക്തിഹീൻ ഹോ ഗയി, എൻ്റെ ശക്തിയെല്ലാം ഇല്ലാതെ ഞാനാകെ ചകിതയായി, ഞാൻ നിൻ്റെ ഭാര്യയാണോ എന്നുള്ള രീതിയിലായി. മുझे लगा कि इस निखिल पारावार में शक्ति सी, ज्योति सी, गिदी सी फैली हुई मैं अकस्मात सिमट आई हूँ, सीमा में बंध गई हूँ. उस समय मुझे लगा, मुझे अनुभव हुआ कि इस सारे प्रपंच में मैं शक्ति की तरह हूँ, ज्योति की तरह, ഗതി की तरह फैली हुई हूँ. ഇവിടെ പറയണേ, ആ സമയത്ത് എനിക്ക് തോന്നണേ ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ ശക്തിയായി, ജ്യോതിസായിട്ട്, പ്രവാഹമായിട്ട്, ഫൈലി ഹുയി, വ്യാപിച്ചിരിക്കുകയാണെന്ന്. സൃഷ്ടിക്ക് ഗതിക്ക് രൂപമേ, അതായത് സൃഷ്ടി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് അവിടം വരെ ഞാൻ എത്തി എന്ന് പറയുന്നത്. മേ അചാനക് അകസ്മാത് സിമട്ടായി ഹൂം, സിമട്ടന എന്ന് പറഞ്ഞാൽ ചുരുങ്ങ, സങ്കുചിത് ഹോ ഗയി. ഇപ്പോൾ ഇവിടെ ശക്തിയായിട്ട്, തേജസ്സായിട്ട്, പ്രവാഹമായിട്ട്, സൃഷ്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ വ്യാപൃതയായി, അങ്ങനെ പെട്ടെന്ന് അകസ്മാത് മേ സങ്കുചിത് ഹോ ഗയി, ഉസ് സീമാ മേ ബന്ദ് ഗയി, ഉസ് സീമാ മേ ബന്ദ് ഗയി, അബി തക് മേരി സീമാ നഹി, ഇതുവരെയായിട്ട് എനിക്കൊരു പരിധി ഉണ്ടായിരുന്നില്ല, ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ആജ് മേ സീമിത് ഹൂം, പക്ഷേ ഇന്ന് ഞാൻ ആ പരിധിയിൽ ഒതുങ്ങേണ്ടി വന്നു. തുമാരി കേളി സഖിക്ക് രൂപമേ സീമിത് ഹുയി, നിൻ്റെ കളിക്കൂട്ടുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ ഒതുങ്ങേണ്ടി വന്നു, ചുരുങ്ങേണ്ടി വന്നു. ഐസാക്യം ചാഹ തുമ്നെ കാൻ, ഹേ ഖാൻ, ഹേ കനു, ഹേ കനു തുമ്നെ ഐസാക്യം ചാഹ, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത്? ഒരു കളിക്കൂട്ടുകാരിയുടെ രൂപത്തിൽ ആ ഒരു പരിധിയിൽ ഒതുങ്ങാനായിട്ട് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചത്? पर जब मुझे छेद हुआ तो मैंने पाया कि हाय सीमा कैसी, मैं तो वह हूँ जिसे दिग्वधु कहते हैं, कालवधु, समय और दिशाओं की सीमाहीन पगडंडियों पर अनंत काल से अनंत दिशाओं में तुम्हारे साथ साथ चलती चली आ रही हूँ, चलती चली जाऊँगी. छेद हुआ എന്ന് പറഞ്ഞാൽ ഹോഷ് ഹുവ എന്നുള്ള അർത്ഥം, ബോധം ഉണ്ടാക്കുക, മനസ്സിലാക്കിക്കുക. राधा को यहाँ आश्चर्य होता है, वह लीला संगिनी है, केली सगी है, कभी कभी वह अज्ञान में पड़ी जाती है. राधा
കളിക്കൂട്ടുകാരിയാണ്, സൃഷ്ടിയുടെ ഒപ്പം നിൽക്കുന്ന, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരു ആളാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ അവൾ അറിവില്ലായ്മയിലേക്ക് അവൾ പെട്ടുപോകുന്നു. ആ സമയത്ത് ജബ് മുജെ ചേത് ഹുവാ, ആ സമയത്ത് നീ എന്നെ ഉണർത്തുന്നുണ്ട്, ബോധമുള്ളവളാക്കുന്നുണ്ട്. मैंने पाया कि हाय सीमा कैसी, मैंने पाया, मैंने अनुभव हुआ मेरे सीमा कैसी है, मेरी सीमा कहाँ तक है, എൻ്റെ പരിധി എന്ന് പറയുന്നത് എവിടം വരെയാണ്. मैं तो वह हूँ जिसे दिग्वधु कहते हैं, कालवधु. मैं तो वह हूँ, मैं दिग्वधु हूँ, मैं कालवधु हूँ. ദിഗ്വധു എന്ന് പറഞ്ഞാൽ ദിശാരൂപി വധു, ദിശയാകുന്ന വധു. കാലവധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാകുന്ന വധു. അനാദികാൽസേ സാത്ത് രഹ്നെ വാല, അതായത് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്ന, ഒരുമിച്ച് കാലത്തിൻ്റെ ഒപ്പം പോകുന്ന. समय और दिशाओं की सीमाहीन पगडंडियों पर अनंतकाल से अनंत दिशाओं से तुम्हारे साथ साथ चलती आ रही हूँ, चलती चली जाऊँगी. എന്താ പറയുന്നത്? मैं कालवधु की तरह, दिग्वधु की तरह, दिशारूपी वधु की तरह समय की सीमाहीन पगडंडियों पर, दिशाओं की सीमाहीन पगडंडियों पर अनंत काल से अनंत दिशाओं में तुम्हारे साथ रहती हूँ. दिग्वधु के रूप में, दिशा के रूप में, समय के रूप में, अनंत काल से अनंत दिशाओं में तुम्हारे साथ रहती हूँ. ദിഗ്വധുവായിട്ട് കാലവധുവായിട്ട് സമയത്തിനും ദിശകൾക്കും അപ്പുറമുള്ള ആ വഴിയിലെല്ലാം അനന്തകാലത്ത്, അതായത് ഒരുപാട് കാലം മുതൽ അനന്ത ദിശാവുമേ, ഒരുപാട് ഡയറക്ഷനിൽ, ഒരുപാട് ദിശകളിൽ സമയത്തിനും കാലത്തിനും അനുസരിച്ച് നിൻ്റെ കൂടെ ഞാനും ജീവിക്കുന്നു. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ, സൃഷ്ടി തൊട്ട് സംഹാരം വരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും രാധ കൃഷ്ണൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്നത്. തുമാരെ സാത്ത് സാത്ത് ചലത്തി ചലിയാരെ, നിൻ്റെ കൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചലത്തി ചലി ജാവൂങ്കി, ഞാൻ ഇനിയും പോയിക്കൊണ്ടിരിക്കും. ഇസ് യാത്ര കാ സമയ അനന്ത്, ദിശ അനന്ത് ഹേ. ഈ യാത്രയുടെ സമയം എന്ന് പറയുന്നത് അനന്തമാണ്, അതിൻ്റെ ദിശ എന്ന് പറയുന്നത് അനന്തമാണ്. ആകെ ബി അനന്ത് കാൽ തക് യാത്ര കർത്തി രഹൂകി, ഇനിയും മുന്നോട്ട് ഒരുപാട് കാലം വരെ യാത്ര ചെയ്യും. ആരംഭ കബ് ഹുയി ഇസ്കെ ബാരെ മേ മുझे സ്മരൺ നഹീ ഹേ. അതായത് ഇതെന്ന് ആരംഭിച്ചു, ഇസ് യാത്ര കാ ആദി ന തോ തുമേ സ്മരൺ ഹേ ന മുझे, और अंत तो इस यात्रा का ही है नहीं मेरे सहयात्री, ഹേ മേരെ സഹയാത്രി, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവനെ, ഇതിൻ്റെ ആരംഭം എന്നാണ് ഉണ്ടായത്. മുझे സ്മരൺ നഹീ ഹേ, എനിക്കത് ഓർമ്മയില്ല. അന്ത് തോ ഇസ് യാത്ര കാ ഹി ഹേ, അതായത് അവസാനം വരെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നഹി ഹി നഹി മേരെ സഹയാത്രി, അങ്ങനെയല്ലേ, യാത്രയിലെ അവസാനം വരെ നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. पर तुम इतने निठुर हो और इतने आदुर की तुमने चाहा है कि मैं इसी जन्म में, इसी थोड़ी सी अवधि में जन्म जन्मांतर की समस्त यात्राएं फिर से दोहरा लूँ. दोहര എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക, ആവർത്തൻ. നിഡുർ ഹോ എന്ന് പറഞ്ഞാൽ നിഷ്ഠൂർ എന്നുള്ള അർത്ഥം. ആദുർ എന്ന് പറഞ്ഞാൽ ദുഃഖ് എന്നുള്ള അർത്ഥം, ദുഃഖിത്. ലേക്കിൻ തും ഇത്തന നിഷ്ഠൂർ ഹോ, തും ഇത്തന ആദുർ ഹോ, നീ ഇത്ര നിഷ്ഠൂരനാണോ, നീ ഇത്ര ക്രൂരനാണോ, നീ ഇത്ര ദുഃഖിതനാണോ. തുമ്നെ ചാഹാ ഹൈ കി മേ ഇസി ജന്മ മേ, ഇസ് തോടി സി അവധി മേ ജന്മ ജന്മാന്തർ की समस्त यात्राएं फिर से दोहरा लूं. തുമ്നെ ചാഹാ ഹേ, നീ ആഗ്രഹിക്കണേ, മേ ഇസി ജന്മമേ, ഞാൻ ഈ ജന്മത്തിൽ തന്നെ, ഈസി തോടി അവധിമേ, ഈ കുറഞ്ഞ കാലയളവിലെ സമയത്ത്, ജന്മജന്മാന്തരക്ക്, ജന്മജന്മാന്തരമായിട്ടുള്ള എല്ലാ യാത്രകളും വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്. और इसीलिए संबंधों की इस घुमावदार पगडंडी पर क्षण क्षण पर तुम्हारे साथ मुझे इतने आकस्मिक मोड़ लेने पड़े हैं. इसीलिए संबंधों की इस घुमावदार എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വൈൻഡിങ്, പകടണ്ടി എന്ന് പറഞ്ഞാൽ പാത, വഴി. അപ്പോൾ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴി പോലെ. സംബന്ധം കീസ് ഗുമാവതാർ പകടണ്ടി പർ,
ബന്ധത്തിൻ്റെ, അതായത് പല രൂപത്തിലെ പല ബന്ധത്തിലേക്ക് വളഞ്ഞു കിടക്കുന്ന ഈ വഴിയിലെ ക്ഷൺ ക്ഷൺ പർ, ഓരോ നിമിഷത്തിലും മേ തുമാരെ സാത്ത് രഹത്തി ഹൂം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മുझे इतने आकस्मिक मूड लेने पड़े हैं, मुझे इतने ആകസ്മികമായിട്ടുള്ള മൂഡ് ലേനെ പടഹേ, ആകസ്മികമായിട്ടുള്ള ഒരു തിരിച്ചു വരവ്, അതായത് വീണ്ടും ജന്മജന്മാന്തരമായ ഈ യാത്ര, ഇതിനെ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. मैं बिल्कुल भूल गई हूँ कि मैं अब कहाँ हूँ और तुम मेरे कौन हो. मैं सचमुच भूल गई हूँ. എന്താണ് അബ് കഹാം ഹൂം മേ, ഞാനിപ്പോൾ എവിടെയാണ് എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ജന്മജന്മാന്തരമായിട്ടുള്ള യാത്രയാണ്, അതിലിപ്പോൾ ഞാൻ എവിടെ എത്തി, ഏത് വഴിയിലാണ്, ഒരു ആകസ്മികമായിട്ടുള്ളൊരു തിരിവ്, ഒരു ടേൺ അവിടെ നടക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ എവിടെയാണ്. और तुम मेरे कौन हो, നീ എൻ്റെ ആരാണ്. और इस निराधार भूमि पर चारों ओर से पूछे जाते हुए प्रश्नों की बहुचार से, ചോദ്യങ്ങൾ, കൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ, മഴ പെയ്യുന്നത് പോലെ, ശരവർഷം പോലെ എന്ന് പറയും. ബൗച്ചാർ, വർഷം എന്നുള്ള അർത്ഥമുണ്ട്, കൂട്ടം. ഇവിടെ ഇസ് നിരാധാർ ഭൂമി പർ, ഇവിടെ അടിസ്ഥാനമില്ലാത്ത ഈ ഭൂമിയിലെ, ചാരമോർ സേ, 4 ഭാഗത്തു നിന്ന് പൂച്ചേ ജാത്തേ ഹേ, ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? തും മേരെ കോൻ ഹോ, നീ എൻ്റെ ആരാണ്. പ്രശ്നം കി ബൗച്ചാർ സേ പൂച്ച്തേ ഹേ, പ്രശ്നം കൂട്ടമായിട്ട് ചോദിക്കുകയാണ്. घबराकर मैंने बार बार तुम्हें शब्दों के फूल पास में जकड़ना चाहा है. सखा, बंधु, आराध्य, शिशु, दिव्य, सहजर और अपने को नई व्याख्याएं देनी चाहिए. അപ്പോൾ നീ ആരാണ്, അതായത് തും മേരെ കോൻ ഹോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഗബരാക്രം മേനെ ബാർ ബാർ ഗബരാക്കിയ, ഞാൻ പല പ്രാവശ്യം പരിഭ്രമിച്ച് ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കും? തുമേ ശബ്ദം കെ ഫൂൽ പാസ് മേ ജകഡ്ന ചാഹാ ഹേ, നിൻ്റെ വാക്കുകളിലെ എന്താ പറയുക, പുഷ്പക ബന്ധൻ എന്നുള്ള അർത്ഥം. ഫൂൽ പാസ് എന്ന് പറഞ്ഞാൽ പൂവാകുന്ന ബന്ധനത്തിൽ ജകഡ്ന ചാഹാ ഹേ, അതിൽ ചുരുങ്ങുവാനായിട്ട് നിൻ്റെ വാക്കുകളിൽ നീ എന്താണ് മറുപടി പറയുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖ, ബന്ധു, ആരാധ്യ, ശിശു, ദിവ്യ, സഹജർ, എന്തൊക്കെ റോളാണെന്നാണ് പറയുന്നത്? കൃഷ്ണൻ ആരൊക്കെയാണെന്ന് പറയുന്നത്? നല്ലൊരു കൂട്ടുകാരനാണ്, ബന്ധുവാണ്, ആരാധ്യ ദേവനാണ്, ശിശുവാണ്, ദിവ്യരൂപമുണ്ട്, സന്തത സഹചാരിണിയാണ്, അതായത് ആദ്യം മുതൽ അവസാനം വരെ കൂടെ യാത്ര ചെയ്യുന്നവളാണ്. അവർ അപ്പനേക്കോ നയി വ്യാഖ്യാനം ദേനി ചാഹിഹേ, അതുപോലെ എനിക്കും പുതിയ വ്യാഖ്യാനങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്നത് ആരൊക്കെയാന്ന് പറയുന്നത്? സഖ, ബന്ധു, ആരാധ്യ, ശിശു, ദിവ്യ और सहजर के रूप में दिखाई देता है. और सखी, साधिका, बांधवी, माम, वधु, सहजरी और मैं बार बार नए रूपों में उमड़ कर तुम्हारे तट तक आई. ഇനി ഞാൻ ആരാന്ന് പറയുന്നത്? ഞാൻ സഖിയാണ്, കൂട്ടുകാരിയാണ്. സാധിക, അതായത് തപോബലം ലഭിച്ചവൾ, തപസ്വിനി എന്ന് പറയും. ബാന്ധവി, അതായത് ബന്ധിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ റിലേറ്റീവ് എന്നുള്ള അർത്ഥം. മാം, അമ്മ എന്നുള്ള അർത്ഥം. വധു എന്നുള്ള അർത്ഥം. സഹചാരിണി, കൂടെ, എന്നും കൂടെയുള്ളവൾ. और मैं बार बार नए रूपों में उमड़ कर तुम्हारे तट तक आई. അങ്ങനെ ഞാൻ വീണ്ടും പുതിയ രൂപങ്ങളിൽ നിറഞ്ഞ് തുമാരെ തട്ടക്കായി, നദിയാകുന്ന ഞാൻ ഈ രൂപങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് തുമാരെ തട്ടക്കായി, നിൻ്റെ തീരം വരെ ഞാൻ എത്തി. സമുദ്രമാകുന്ന തീരം വരെ. കണ്ണൻ അവിടെ സമുദ്രമായിട്ടാണ് അവിടെ സമുദ്രത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നു. ഇവിടെ രാധ നദിയായിട്ട് അവിടെ സങ്കല്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ നദി ഒഴുകി പുതിയ രൂപത്തിലും ഭാവത്തിലും നിൻ്റെ തീരം വരെ അതെത്തി. और तुमने हर बार अदाग समुद्र की बांधी मुझे धारण कर लिया, तुम विलीन कर लिया. तुमने हर बार, നീ ഓരോ പ്രാവശ്യവും അദാഗ് സമുദ്ര കി ബാന്തി, ഗഹര സമുദ്ര കി തര, ആഴമേറിയ സമുദ്രത്തെ പോലെ മുझे ധാരൺ കർ ലിയ, മുझे സ്വീകാർ കർ ലിയ, നിന്നോട് എന്നെ ചേർത്തു, എന്നെ സ്വീകരിച്ചു. ഓരോ പ്രാവശ്യവും നീ എന്നെ നിൻ്റെ കൂടെ ചേർത്തു, നീ എന്നെ സ്വീകരിച്ചു. വിലീൻ കർലിയ, നിന്നിൽ എന്നെ ലയിപ്പിച്ചു. ഫിർ ബി
अकूल बने रहे फिर भी किनारा नहीं है. अकूल बने എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ जिसके किनारा नहीं, തീരമില്ലാത്ത. फिर भी अकूल बने रहे. तुमने गहरे समुद्र की तरह मुझे अपने से लगाया और अपनी गहराई में विलीन कर दिया. അതായത് ആ ആഴത്തിലേക്ക് സ്വീകരിച്ചു. ആ സമുദ്രം അതിൻ്റെ ആഴത്തിലേക്ക് നദിയാകുന്ന രാധയെ സ്വീകരിച്ചു. അതിൽ രാധ കൃഷ്ണനെ ലയിച്ചു എന്നാണ്. ഫിർ ബി അക്കൂൽ ബനെ രഹെ, എങ്കിലും തീരമില്ലാത്തവളായിട്ടവിടെ നിൽക്കുകയാണ്. മേരെ സാവലെ സമുദ്ര തും ആക്കിർ ഹോ മേരെ കോൺ മേ ഇസെ കബി മാപ് ക്യോം നഹീ പാത്തി. ഹേ മേരെ സാവലെ, ഹേ മേരെ കനു. ഇവിടെ പറയണ തും ആക്കിർ ഹോ മേരെ കോൺ, ഹേ സമുദ്ര, സാവലെ സമുദ്ര, തും മേരെ കോൺ ഹോ, നീ എൻ്റെ ആരാണ്. മേ കബി മാപ് ക്യോം നഹീ പാത്തി. മാപ്പിനാന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക, അളക്കുക. തുമാരി ഗഹരായി ബി മാപ് നഹി സഖി, നിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് എനിക്ക് അളക്കാനായിട്ട് സാധിച്ചില്ല. എന്ന് പറയണേ ഹേ സാവലെ സമുദ്ര തും മേരെ കോൻ ഹോ, മേ മുझे इसका മാപ് നഹി കർ സഖി, എനിക്കിതിനെ അളക്കാനായിട്ട് എൻ്റെ ആഴം എത്രത്തോളമുണ്ട് എന്ന് അളക്കാനായിട്ട് സാധിച്ചില്ല. യഹാ കൃഷ്ണ പരമാത്മാ ഹേ സമുദ്ര കെ സമാൻ ഹേ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്, സമുദ്രത്തിന് സമാനമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് പരമാത്മാവെന്ന് പറയുന്നത്. രാധ യഹാ ജീവാത്മാ ഹേ, രാധ ഇവിടെ ജീവാത്മാവായിട്ടാണ് പറയുന്നത്. ഉസ്സെ മിൽനെ കെ ലിയെ വിലീൻ ഹോനെ കെ ലിയെ ജാനെ വലിയ നദിയാം ഹേ, അതായത് സമുദ്ര സെ മിൽനെ കെ ലിയെ, അതായത് കൃഷ്ണ സെ മിൽനെ കെ ലിയെ, കൃഷ്ണനെ ചേരാനായിട്ട് ലയിച്ചു ചേരാനായിട്ട് പോകുന്ന നദിക്ക് സമാനമാണ് ഇവിടെ രാധ. യഹാം രാധാനെ സമുദ്ര കൃഷ്ണ കോ ശ്യാമൾ സമുദ്ര പുക്കാരാ ഹേ. യഹാ രാധ കൃഷ്ണനെ ശ്യാമവർണ്ണനായിട്ടുള്ള സമുദ്രമെന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ്റെ പല റോളുകളാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ മഞ്ജരി പരിണയിലെ 3 ഗീതങ്ങളാണ് ആമ്ര ബൗർക്ക ഗീത്, ആമ്ര ബൗർക്ക അർത്ത്, തും മേരെ കോൻ ഹോ. അപ്പോൾ കൃഷ്ണൻ്റെ പല രൂപങ്ങളാണ്, ദിവ്യരൂപം വരെയുണ്ട്, പല രൂപങ്ങളാണ് നമ്മളതിൽ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.